നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ നിരോധനത്തിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് 11 മുഖ്യമന്ത്രിയെ കാണുമെന്ന സർവകക്ഷി യോഗ തീരുമാനവും നടപ്പിലായില്ല. NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 14 അടിമാലിയിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കും. ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ. ചോരത്തിളപ്പ് കൊണ്ടല്ല, ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യം മുമ്പും പറഞ്ഞത്. ചെയർമാൻ മത്സരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പൊട്ടിമുളച്ചു വന്ന പാർട്ടിയല്ല. ഇടുക്കിക്കാർക്കൊപ്പം താൻ എന്നും ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ. ഭേദപ്പെട്ട വില ലഭിക്കുമ്പോഴും രോഗബാധയും തൊഴിലാളി ക്ഷാമവും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ജലസേചന സംവിധാനം ഇല്ലാതെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും ഏലം കൃഷിക്ക് വെല്ലുവിളി. കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അടിയന്തരമായി ലൈസൻസ് ഷൂട്ടർമാരെ നിയമിക്കണമെന്ന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന KPCC സെക്രട്ടറി MN ഗോപി. ഇടുക്കിയിൽ തോക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്നും MN ഗോപി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 85 നിർമ്മാണ നിരോധനത്തിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് 11 മുഖ്യമന്ത്രിയെ കാണുമെന്ന സർവകക്ഷി യോഗ തീരുമാനവും നടപ്പിലായില്ല. NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 14 അടിമാലിയിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കും. സത്യഗ്രഹ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് LDF നേതാക്കളുടെ നേതൃത്വത്തിൽ അടിമാലിയിലെ സർവകക്ഷി യോഗം ചേർന്നത്. സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള LDF തന്ത്രമാണെന്നാണ് ആരോപിച്ച കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തിരുന്നതുമില്ല. സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സമയം ലഭിക്കാത്തത് മൂലമാണ് പോകാൻ കഴിയാത്തതെന്ന് എ രാജ MLA പറയുന്നു. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പോകാൻ കഴിയാത്തതെന്നും അടുത്ത ദിവസം തന്നെ സമയം കണ്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും എ രാജ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും നടക്കാതെ വന്നതോടെ മുൻപ് പ്രഖ്യാപിച്ച സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെ നടക്കുന്ന സമരത്തിൽ ജനപ്രതിനിധികളടക്കം ആയിരങ്ങൾ പങ്കെടുക്കും. ഡീൻ കുര്യാക്കോസ് MP, MLA മാർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമുദായിക സാംസ്കാരിക സംഘടന, ട്രേഡ് യൂണിയൻ തുടങ്ങി എല്ലാ വിഭാഗം നേതാക്കളും ബഹുജനങ്ങളും സമരത്തിൽ അണിനിരക്കുമെന്ന് ചെയർമാൻ MV ബേബി പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള 14.5 കിലോമീറ്റർ നിർമ്മാണം സ്തംഭിച്ചിട്ട് 6 മാസം പിന്നിടുകയാണ്. 2025 ജൂലൈ 11 നിർമ്മാണ നിരോധനം ആരംഭിച്ചത്. ഈ ഭാഗം വനമാണെന്ന് സർക്കാർ തെറ്റായ സത്യവാങ്മൂലം നൽകിയതിന്റെ ഫലമായി 2025 ജൂലൈ 11 ഹൈക്കോടതി റോഡ് നിർമ്മാണം തടഞ്ഞത്. ജൂലൈ 31 ആയിരങ്ങൾ പങ്കെടുത്ത ജനകീയ പ്രക്ഷോഭത്തിന് ശേഷമാണ് റവന്യൂ ഭൂമിയാണെന്ന സത്യവാങ്മൂലം തിരുത്തി നൽകുവാൻ അഡ്വക്കേറ്റ് ജനറൽ മുഖേന സർക്കാർ തയ്യാറായത്. ഒക്ടോബർ 24 റോഡ് നിർമ്മാണം തുടരുന്നതിന് ആവശ്യമായ ഉത്തരവ് കൊടുക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എല്ലാ സർക്കാർ രേഖകളും കൈവശമുണ്ടായിട്ടും അതനുസരിച്ചുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും നിരുത്തരവാദിത്തപരമായി സർക്കാർ സമീപനം മൂലം വീണ്ടും 3 മാസം കൂടി പിന്നിടുകയാണ്. ഇതിനിടയിൽ തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ള 3 പേരടങ്ങുന്ന സംഘം രേഖകളെല്ലാം പരിശോധിച്ചു. തുടർന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും റിപ്പോർട്ട് പരിശോധിച്ച റവന്യൂ സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. റവന്യൂ സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ കുറിപ്പെഴുതി മടക്കുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 8 ദേശീയപാത സംരക്ഷണ സമിതിയുടെ വിപുലമായ യോഗത്തിൽ 10 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പ് നടപ്പിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് തുടർ പ്രക്ഷോഭത്തിലേക്ക് ദേശീയപാത സംരക്ഷണ സമിതി നീങ്ങുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചോരത്തിളപ്പ് കൊണ്ടല്ല, ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യം മുമ്പും പറഞ്ഞത്. ചെയർമാൻ മത്സരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പൊട്ടിമുളച്ചു വന്ന പാർട്ടിയല്ല. ഇടുക്കിക്കാർക്കൊപ്പം താൻ എന്നും ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പറഞ്ഞു. കാര്യങ്ങൾ ശരിയല്ലേ? ഞാൻ പറഞ്ഞെന്തുവാ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണത്. ചോരത്തിളപ്പ് കൊണ്ട് KS നേതാവുമായിരുന്നു. ഞാൻ തെറ്റിരിക്കുന്നത്. ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനിലെന്നും ചെയർമാന്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദിനില്ലാത്ത കണ്ടിരുമല്ലോ. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ ഓടുന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പിന്നെ അങ്ങ് മാറിനിൽക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, അതിനെ അധികരിക്കാൻ പറ്റുമോ? എന്നാൽ 25 വർഷമായിട്ട് ഇടുക്കിയിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചു. ഞാൻ അവർക്ക് വേണ്ടി നിലകൊണ്ടു.
അവരുടെ ഓരോ വിഷയത്തിലും എനിക്ക് ആകാവുന്നതുപോലെ എല്ലാം ഇടപെട്ടു. ഭേദപ്പെട്ട വില ലഭിക്കുമ്പോഴും രോഗബാധയും തൊഴിലാളി ക്ഷാമവും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ജലസേചന സംവിധാനമില്ലാതെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും ഏലം കൃഷിക്ക് വെല്ലുവിളിയാണ്. 1 കിലോ ഏലത്തിന് ശരാശരി 2500 രൂപ വിലയുണ്ട്. ഭേദപ്പെട്ട ഉൽപാദനവും ലഭിക്കുന്നു. ഇതിനിടയിലാണ് രോഗബാധ ഏലം കൃഷിക്ക് തിരിച്ചടിയാകുന്നത്. മൊസൈക്ക, പോള പൊളിച്ചിൽ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനാകാതെ ആശങ്കയിലാണ് കർഷകർ. ഉൽപാദനം താരതമ്യേന ശരാശരി ഉൽപാദനം ഉണ്ടെങ്കിലും വില ഇപ്പം മരുന്നിൻ്റെയും വളത്തിൻ്റെയും വില അനുസരിച്ച് നമുക്കത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ലാഭകരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്കിലും ശരാശരി പിടിച്ചു നിൽക്കാമെന്ന് മാത്രമേ കഴിയുള്ളൂ. സ്ഥിരമായി തൊഴിലാളികളെ കിട്ടിയാൽ മാത്രമേ ഏലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ. തൊഴിലാളി ക്ഷാമവും ഏലം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. അതുപോലെ തന്നെ രൂക്ഷമാണ് തൊഴിലാളി ക്ഷാമവും. എത്രമാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്താലും തൊഴിലാളി ക്ഷാമം അതിഭീകരമാണ്. കാരണം ഇതിൻ്റെ മറ്റെല്ലാ വിളകളും പോലെയല്ല, ഏലം കൃത്യമായി ആ സമയത്ത് പറിച്ചെടുക്കുക, അത് സംസ്കരിച്ചെടുക്കുക എന്നൊരു ഭയങ്കര വെല്ലുവിളി എന്ന് കരുതുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. പച്ചവല വിരിച്ചാണ് പലരും ചെടികൾ സംരക്ഷിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർഷകർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അടിയന്തരമായി ലൈസൻസ് ഷൂട്ടർമാരെ നിയമിക്കണമെന്ന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് KPCC സെക്രട്ടറി MN ഗോപി. 10 വർഷമായി ജനം ആവശ്യപ്പെട്ടിട്ട് നടപ്പിലാക്കാത്ത കാര്യം ഇപ്പോൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഇടുക്കിയിൽ തോക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ പ്രഖ്യാപനമെന്നും MN ഗോപി പറഞ്ഞു. അടുത്തിടെ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി കാട്ടുപന്നികളെ കൊല്ലുന്നതിനു വേണ്ടി അടിയന്തരമായി ഷൂട്ടർമാരെ നിയമിക്കണം എന്ന്, അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം കൊടുക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ജില്ലയിലെ മുഴുവൻ കർഷകരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാട്ടുപന്നിയുടെ ആക്രമണം മൂലം ആളുകൾക്ക് പരിക്ക് പറ്റുന്നു, കൃഷിനാശം ഉണ്ടാകുന്നു. നമ്മുടെ സാമ്പത്തിക കാർഷിക മേഖല വലിയ തകർച്ചയെ നേരിടുന്നത് കാട്ടുപന്നി ഒരു ഘടകമാണ്. 10 വർഷക്കാലമായി ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ തോക്ക് ലൈസൻസ് ഒന്നും കൊടുക്കുന്നില്ല. അടിയന്തരമായി ഷൂട്ടർമാരെ നിയമിക്കണം എന്ന് പറയുമ്പോൾ തോക്ക് ലൈസൻസ് കൊടുക്കാത്ത ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഷൂട്ടർമാരെ നിയമിക്കുന്നത് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കണം. ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയമാണ്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടുള്ള ഈ പ്രഖ്യാപനം കർഷകരോടുള്ള കടുത്ത വഞ്ചനയാണ്. വിദ്യാർത്ഥികൾക്കായി പ്രതിരോധ പാഠങ്ങൾ ആത്മവിശ്വാസം പകർന്ന പോലീസ്. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി നടത്തപ്പെട്ടു. ജില്ലാ പോലീസിലെ സ്വയം പ്രതിരോധ പരിശീലകരായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിന്ദു TG, സോഫിയ KS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദുമോൾ TG, സിവിൽ പോലീസ് ഓഫീസർ റസീന എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം നൽകി. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസ്സിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 90614 15447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്.
ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഔപചാരിക തുടക്കം കുറിക്കൽ ഉദ്ഘാടനം DTPC പാർക്കിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈൻ വഴി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി നിവാസികളുടെ ചിരകാല സ്വപ്നമായ ലേസർ ഷോ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ആദ്യപടിയായി ഇടുക്കി ലേസർ ഷോ പദ്ധതിയുടെ ഔപചാരിക തുടക്കം കുറിക്കൽ ചടങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈൻ വഴി നിർവഹിച്ചു. ഇടുക്കി DTPC പാർക്കിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പരിപാടികളുടെ ഭാഗമായി ഫലക അനാച്ഛാദനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 50 വർഷം പൂർത്തിയാകുമ്പോൾ ആ വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ സുരക്ഷയുടെയും അതോടൊപ്പം സെക്യൂരിറ്റി മെഷർമെന്റ്സ് എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ നോക്കിയിട്ടും അതിനകത്ത് ആൾക്കാരെ കയറ്റിയിടുന്നതും കാണിക്കുന്നതും. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആർച്ച് ഡാമായ ഇടുക്കി ഡാം പ്രദേശത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ലേസർ ഷോ സംഘടിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചീഫ് എഞ്ചിനീയർ വിജുരാജൻ ജോൺ, ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ ജയകുമാർ CR, KSEB മാനേജിംഗ് ഡയറക്ടർ മിൻഹാജ് ആലം IAS, കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഡയറക്ടർ ഹർഷിത R മീണ IAS, പൊതുപ്രവർത്തകരായ CV വർഗീസ്, ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ, ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ, ജനറേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ഡയറക്ടർ സജീവ് G തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി എക്സൈസ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എക്സൈസ് വിമുക്തി മിഷൻ ഇടുക്കി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റോപ്പ് ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലിയും സെമിനാറും സംഘടിപ്പിച്ചത്. കോളേജ് തല ശ്രദ്ധ നേർക്കൂട്ടം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പൈനാവ് മോഡൽ പോളിടെക്നിക് എന്നിവയുടെ സഹകരണത്തോടെ കളക്ടറേറ്റ് പടിക്കൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവരായി മാറ്റത്തക്ക രീതിയിൽ അവരെ കൊണ്ടുപോയി. വിമുക്തി മിഷൻ ജില്ലാ മാനേജർ ഹരികുമാർ PS അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് PK, ബിനു ജോസഫ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ, മോഡൽ പോളിടെക്നിക്കൽ പ്രിൻസിപ്പൽ CK സുബി, രാഹുൽ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. മണിയൻപെട്ടിയിൽ സുഹൃത്തിനെ വിഷം കൊടുത്തു കൊന്ന പ്രതിക്ക് ജീവപര്യന്തം. അണക്കര മണിയൻപെട്ടിയിൽ സുഹൃത്തിനെ മദ്യത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ മണിയൻപെട്ടി സ്വദേശി ബാബു മകൻ പ്രവീൺ കുമാറിനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ലൈജമോൾ ഷെരീഫ് ശിക്ഷിച്ചത്. മണിയൻപെട്ടി ഭാഗത്ത് സത്യവിലാസം വീട്ടിൽ പവൻരാജ് മകൻ രാജ്കുമാറിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. 2022 ഏപ്രിൽ 15-നാണ് കേസിനാസ്പദമായ സംഭവം. സുഹൃത്തും തന്റെ സഹോദരിയും തമ്മിൽ മോശം ബന്ധമുണ്ടെന്ന സംശയത്തിൽ പ്രവീൺ കുമാർ രാജ്കുമാറിനെയും കൂട്ടി തമിഴ്നാട് ഫോറസ്റ്റ് ഭാഗത്തുള്ള കുളിക്കടവിലെത്തി മദ്യപിക്കുന്നതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന വിഷം മദ്യത്തിൽ കലർത്തി നൽകുകയും മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം സമീപത്തെ പാറപ്പുറത്ത് കിടത്തി മദ്യക്കുപ്പിയും വിഷക്കുപ്പിയും മറ്റും ഒളിപ്പിച്ചു വെച്ച
കടന്നുകളയുകയുമായിരുന്നു. 21 സാക്ഷികളും 12 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കേസിൽ ഹാജരാക്കി. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത്. അഡ്വക്കേറ്റ് VS അഭിലാഷ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വണ്ടൻമേട് SHO ആയിരുന്ന VS നവാസാണ്. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര പുറ്റടി NSP ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സമർപ്പിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടേറിയൻ അഡ്വക്കേറ്റ് ബേബി ജോസഫ് സ്കൂൾ അധികൃതർക്ക് കൈമാറി. റോട്ടറി ക്ലബ്ബ് ഓഫ് ഇന്റർനാഷണലിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകിയത്. വിവിധ മേഖലകളിൽ അർഹതപ്പെട്ടവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു വരുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനകളിൽ മുൻനിരയിൽ നിൽക്കുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര പ്രദേശത്ത് നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടൻമേട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ബ്രസ്റ്റ് ഫീഡിംഗ് സെന്റർ സമർപ്പിച്ചിരുന്നു. പുറ്റടി സ്കൂളിന് നൽകിയ വാട്ടർ പ്യൂരിഫയർ റോട്ടറേറിയൻ അഡ്വക്കേറ്റ് ബേബി ജോസഫ് സ്കൂൾ അധികൃതർക്ക് കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ യൂനസ് സിദ്ദിഖ്, അസിസ്റ്റന്റ് ഗവർണർ എബിൻ ജോസ, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബിജോ ചാണ്ടി, സെക്രട്ടറി ജൂബി തങ്കച്ചൻ, ട്രഷറർ VD വിജയൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ KN ശശി, സജിമോൻ KJ, ബിനോയ് ഭാസ്കർ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ, വെള്ളി ഗ്രാമിന് 280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85 നിർമ്മാണ നിരോധനത്തിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് 11-ന് മുഖ്യമന്ത്രിയെ കാണുമെന്ന സർവകക്ഷി യോഗ തീരുമാനവും നടപ്പിലായില്ല. NH സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 14-ന് അടിമാലിയിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിക്കും. ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ചോരത്തിളപ്പ് കൊണ്ടല്ല, ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യം മുമ്പും പറഞ്ഞത്. ചെയർമാൻ മത്സരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പൊട്ടിമുളച്ചു വന്ന പാർട്ടിയല്ല. ഇടുക്കിക്കാർക്കൊപ്പം താൻ എന്നും ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ. ഭേദപ്പെട്ട വില ലഭിക്കുമ്പോഴും രോഗബാധയും തൊഴിലാളി ക്ഷാമവും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ജലസേചന സംവിധാനം ഇല്ലാതെ ചെടികൾ കരിഞ്ഞുണങ്ങുന്നതും ഏലം കൃഷിക്ക് വെല്ലുവിളി. കാട്ടുപന്നികളെ കൊല്ലുന്നതിന് അടിയന്തരമായി ലൈസൻസ് ഷൂട്ടർമാരെ നിയമിക്കണമെന്ന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന KPCC സെക്രട്ടറി MN ഗോപി. ഇടുക്കിയിൽ തോക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്നും MN ഗോപി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.